ഇതൊരു ആർട്ട് വർക്കാണ് കർണാടക KSRTCയുടെ. അങ്ങനെ പുതിയ ഒരു യാത്രയിലാണ്. ഇപ്പോൾ ഞാൻ നടക്കുന്നത് മജസ്റ്റിക് മെട്രോ സ്റ്റേഷൻ്റെ വരാന്തയിലൂടെയാണ്. ബംഗളൂരു മെട്രോ എല്ലായ്പ്പോഴും തിരക്കാണ്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഗപ്പൺ മെട്രോ സ്റ്റേഷൻ്റെ പരിസരങ്ങളാണ്. ഈ തിരക്ക് പിടിച്ച പരിസരത്ത് ഫുട്പാത്ത് കച്ചവടവും നമുക്ക് കാണാം. ഈ സീബ്ര ക്രോസിംഗ് കടന്ന് ധാരാളം ആൾക്കാരാണ് പോകുന്നത്. അവരുടെ കൂടെ ഞാനും കൂടി. ഞങ്ങളിപ്പോൾ പോകുന്നത് വളരെ പ്രശസ്തമായ കബ്ബൺ പാർക്കിലാണ് ഞാനുള്ളത്. കബ്ബൺ പാർക്കിനുള്ളിൽ കയറുന്നതിന് ടിക്കറ്റ് വേണ്ട. ഇതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ടിക്കറ്റ് കൗണ്ടറിന് പകരം ധാരാളം കച്ചവടക്കാരാണുള്ളത്. ആ കവാടവും കഴിഞ്ഞ് എല്ലാവരും പാർക്കിനുള്ളിൽ കടന്നു. ഞാനും മനോഹരമായി പാർക്കിനുള്ളിൽ കാഴ്ചകൾ കണ്ട് കയറിക്കൂടി. ശ്രദ്ധിച്ച് നമുക്ക് കേൾക്കാം പക്ഷികളുടെ മനോഹരമായ ശബ്ദങ്ങൾ. നായയുമായിട്ട് പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാം. നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് കബ്ബൺ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായൊരു പാർക്കാണിത്. ഈ പാർക്കിനുള്ളിൽ നിറയെ മരങ്ങളാണ്. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ധാരാളം മരങ്ങളുള്ള ഒരു പാർക്കാണ് കബ്ബൺ പാർക്ക്. വർഷങ്ങളോളം പഴക്കമുള്ളൊരു വൃക്ഷം. ഈ മതിലിനപ്പുറം കാണുന്ന റോഡും അതിൻ്റെ അപ്പുറം മനോഹരങ്ങളായ ബിൽഡിങ്ങുകളുമാണത്. ഇത് പാർക്കിൻ്റെ സൈഡിൽ കൂടി ഒരുക്കിയിട്ടുള്ളൊരു നടപ്പാതയാണ്. ധാരാളം ആൾക്കാരാണ് ഈ പാർക്കിൽ വിശ്രമിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. വളരെ മനോഹരമായൊരു അനുഭവമാണ് ഈ പാർക്കിലൂടെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അവിടെ മരത്തിൻ്റെ ചുവട്ടിലൊരു വട്ടമേശ സമ്മേളനം പോലെ എല്ലാവരും കൂടിയിരുന്ന് എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നു. വർഷങ്ങളോളം പഴക്കമുള്ളൊരു വലിയൊരു വൃക്ഷം. ധാരാളം ശിഖരങ്ങളുള്ളൊരു വൃക്ഷമാണത്. ഇതൊരു പഞ്ഞിമരമാണ്, വലിയൊരു പഞ്ഞിമരം. ആ കാണുന്ന വേലിക്കപ്പുറം റോഡാണ്. 1870-ലാണ് അന്നത്തെ മൈസൂർ സംസ്ഥാനത്തിൻ്റെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന റിച്ചാർഡ് സാൻകി കബ്ബൺ പാർക്ക് നിർമ്മിച്ചത്. പാർക്കിലൂടെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ നടക്കുകയാണ്. ആ കാണുന്ന മരങ്ങളുടെ ചുവട്ടിലൊക്കെ ധാരാളം ആൾക്കാരാണ് വിശ്രമിക്കുന്നത്. മനോഹരമായ നിർമ്മിതിയും കാണാം. ഇതാണ് കർണാടക ഹൈക്കോർട്ട്. എൻ്റെ പുറകിൽ കാണുന്നതാണ് കർണാടക ഹൈക്കോർട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ മനോഹരമായൊരു ദൃശ്യമാണ് കാണുന്നത്. ഏകദേശം 300 ഏക്കറാണ് പാർക്കിൻ്റെ വിസ്താരം. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ധാരാളം മരങ്ങളും മറ്റ് ചെടികളുമുള്ള ഒരു പാർക്ക് കൂടിയാണ് കബ്ബൺ പാർക്ക്. ശ്രീ ചാമരാജേന്ദ്ര പാർക്ക് എന്നും അറിയപ്പെടുന്നു കബ്ബൺ പാർക്ക്. ദാ അവിടെ കാണാം ചെറിയൊരു പൂമരം. നിറയെ പൂത്ത് നിൽക്കുന്ന ചെറിയൊരു പൂമരം കാണാൻ വളരെ ഭംഗിയുണ്ട്. സമൃദ്ധമായ സസ്യജന്തുജാലകൾക്കും പേര് കേട്ടതാണ് കബ്ബൺ പാർക്ക്. ഈ പാർക്കിലൂടെ നടക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന മൺപാതയാണ്. ഇങ്ങോട്ടും വഴി രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. മനോഹരമായി പാർക്കിലൂടെ ഞാൻ കുറേ ദൂരം നടന്നു. എങ്ങും പച്ചപ്പരവതാനി വിളിച്ചതുപോലെയുള്ള പുൽത്തകടികൾ. അത് മനോഹരമായൊരു ദൃശ്യമാണ് ഈ പാർക്കിന് നൽകുന്നത്. അങ്ങനെ പാർക്കിലൂടെ നടന്ന് പാർക്കിൻ്റെ മറ്ററ്റത്തെത്തി. ഈ വഴി നേരെ പോകുന്നത് കർണാടക ഹൈക്കോർട്ടിലേക്കാണ്. ഇവിടെ മനോഹരമായ എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ശ്രീ ചാമരാജേന്ദ്ര പാർക്ക് കബ്ബൺ പാർക്ക്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ.
അങ്ങനെ നടന്ന് നടന്ന് പാർക്കിൻ്റെ മറ്റൊരു അറ്റത്തെത്തിയപ്പോഴാണ് മനോഹരമായൊരു കാഴ്ച കാണുന്നത്. റോളർ സ്കേറ്റിങ്ങിൽ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിക്കൂട്ടങ്ങൾ. വളരെ മനോഹരമായൊരു കാഴ്ചയാണത്. റോളർ സ്കേറ്റിങ്ങിന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. മറ്റ് ശല്യങ്ങളൊന്നുമില്ല. കുട്ടികളോടൊപ്പം മുതിർന്ന കുട്ടികളുമുണ്ട് റോളർ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ ഈ സ്ഥലത്ത്. കുട്ടികളുടെ റോളർ സ്കേറ്റിംഗ് പ്രാക്ടീസ് കുറേ നേരം നിന്നുകൊണ്ട് അവരുടെ കുറേ വിഷ്വൽസ് എടുത്തുകൊണ്ട് ഞാൻ വീണ്ടും പാർക്കിലൂടെ മറ്റൊരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളും മുതിർന്ന കുട്ടികളും അവരുടെ പ്രാക്ടീസ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതാ വീണ്ടും വരുന്നു 2 ചെറിയ കുട്ടികൾ റോളർ സ്കേറ്റിങ്ങിലൂടെ. അവർ വളരെ മനോഹരമായിട്ടാണ് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർക്കിൻ്റെ ഈ ഭാഗത്തെത്തിയപ്പോൾ മനോഹരങ്ങളായ ധാരാളം ചെടികൾ നട്ടിരിക്കുന്നത് കാണാം. അധികം ഇലച്ചെടികൾ കാണാം, വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട. ആ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഞാൻ നടക്കുകയാണ്. ഇവിടെയും കാണാം ധാരാളം ചെടികൾ നട്ടിരിക്കുന്നത്. ഇവിടെ ഒരു പൂമരം കാണാം, നിറയെ പൂത്ത് നിൽക്കുന്ന പൂമരം. വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം കുട്ടികൾ റോളർ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത്. അവരോടൊപ്പം മുതിർന്ന കുട്ടികളുമുണ്ട്. ഇവിടെ ധാരാളം ആൾക്കാരാണ് വിശ്രമിക്കുന്നത്. കാണുന്നതാണ് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി. ഒരു വിശാലമായ സ്ഥലത്ത് പരന്നു കിടക്കുന്നതാണ് ഈ കബ്ബൺ പാർക്ക്. മനോഹരമായൊരു നിർമ്മിതിയാണ് ഇത്. ഇതാണ് എൻട്രൻസ്. ഇത് മുഴുവൻ റോസാപ്പൂന്തോട്ടമാണ്. ശേഷാദ്രി അയ്യർ മെമ്മോറിയൽ ഹാൾ. അവിടുന്ന് ഞാൻ ഇറങ്ങി റോസാപ്പൂ തോട്ടത്തിൻ്റെ സമീപത്തുകൂടെ മറ്റൊരു സ്ഥലത്തേക്ക് പ്രവേശിച്ചു. വളരെ മനോഹരമൊരു സ്ഥലമാണിത്. പറകോളകൾക്ക് വെച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ചുറ്റും പുൽത്തകിടികളൊക്കെ നട്ട് വളരെ മനോഹരമൊരു സ്ഥലം. വലിയൊരു ലൈറ്റ് പോൾ. ഈ വിസ്തൃതമായ പാർക്ക് ബംഗളൂരിൽ താമസിക്കുന്നവരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട സ്ഥലമാണ്. കബ്ബൺ പാർക്ക് യോഗയും വ്യായാമവും ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ഹോട്ട്സ്പോട്ടാണ്. ഇവിടെയും കാണാം കുട്ടികൾ റോളർ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത്. നന്നായി പരിപാലിക്കപ്പെടുന്നതും സൗന്ദര്യാത്മകവുമായ ഈ പാർക്ക് സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ സന്ദർശിക്കുന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് പാർക്ക് സന്ദർശനം സമയം. പാർക്ക് സന്ദർശിക്കുന്നതിന് പ്രവേശന ഫീസ് ഇല്ല. കൂടാതെ രാവിലെ 5 മുതൽ 8 വരെ സൈക്കിളുകളും നിരോധിച്ചിരിക്കുന്നു. പ്രഭാത സവാരിക്കാരെ സഹായിക്കാനാണ് ഈ ക്രമീകരണം. വളരെയധികം വർഷം പഴക്കമുള്ള മരങ്ങൾ നമുക്കിവിടെ കാണാം. അങ്ങനെ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ധാരാളം മരങ്ങളുള്ള ഒരു പാർക്കാണ് കബ്ബൺ പാർക്ക്. പാർക്കിലെ മനോഹരത കാണാൻ വേണ്ടി ഇരിക്കാൻ ധാരാളം ഇരിപ്പിടങ്ങളും ക്രമീകരിച്ചിരിക്കുന്നുണ്ട്. കബ്ബൺ പാർക്കിൽ ആകർഷകങ്ങളായ നിരവധി കെട്ടിടങ്ങൾ നമുക്ക് കാണാം. പാർക്കിലെ മനോഹരമായ സ്ഥലത്തിലൂടെ ധാരാളം നടപ്പാതകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആ നടപ്പാതകളിലൂടെ ഞാൻ സാവധാനം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ചുറ്റും മനോഹരമായ സ്ഥലങ്ങളാണ്. കണ്ണിനും മനസ്സിനും ആനന്ദമേകുന്ന സ്ഥലം. ആ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ സാവധാനം പുറത്തേക്ക് ഇറങ്ങി. ഇത് വളരെയധികം പഴക്കമുള്ളൊരു ജാക്ക് ഫ്രൂട്ട് ട്രീയാണ്. അവിടെ വേലിക്കപ്പുറത്ത് മനോഹരമായ ധാരാളം കെട്ടിടങ്ങൾ കാണാം. ഇതും വളരെയധികം പഴക്കമുള്ളൊരു വൃക്ഷമാണ്. ആ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് പാർക്കിൽ ഒരുക്കിയിരിക്കുന്ന നടപ്പാതയിലൂടെ ഞാൻ പുറത്തേക്ക് കടക്കുകയാണ്. പുറത്ത് ധാരാളം ടൂറിസ്റ്റുകളാണ് പാർക്ക് സന്ദർശിക്കാൻ വേണ്ടി വരുന്നത്. എപ്പോഴും തിരക്കുള്ളൊരു പാർക്ക് കൂടിയാണ് കബ്ബൺ പാർക്ക്. അങ്ങനെ പാർക്കിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെയെല്ലാം കാണാം ധാരാളം ആൾക്കാർ വരുന്നത്. ഒരു കരിക്ക് കച്ചവടക്കാരനും പുള്ളിയുടെ ഷോപ്പും കാണാം. അവിടെ വ്യത്യസ്തമായ ഒരു കാഴ്ച. എയർഫോഴ്സിൻ്റെ ഒരു ഫൈറ്റർ വിമാനമാണ് അതവിടെ ഫിക്സാക്കി വെച്ചിരിക്കുന്നത്.
അതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ നേരെ കബ്ബോൺ മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ധാരാളം ആളുകളും അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ വളരെ തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ്. അങ്ങനെ നടന്ന് മെട്രോ സ്റ്റേഷനിൻ്റെ അടുത്തെത്തി. ഇവിടെ അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനും ഈ കബ്ബോൺ പാർക്കും ഉള്ളതുകൊണ്ടാണ് വളരെ തിരക്ക് പിടിച്ച ഒരു ഏരിയ. വളരെ സെൻസിറ്റീവായൊരു ഏരിയയാണിത്. അങ്ങനെ ഞാൻ മെട്രോ സ്റ്റേഷനിൽ വന്നു. അങ്ങനെ ഞാൻ മജസ്റ്റിക് മെട്രോ സ്റ്റേഷനിൽ വീണ്ടും എത്തി. താങ്ക് യു ഫോർ വാച്ചിങ്.